വാസ്തവത്തിൽ അത്ഭുതം തോന്നി. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ ഇതുപോലെ വ്യഭിചരിക്കുന്ന ഒരു ഏർപ്പാട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം. അടിയന്തരാവസ്ഥയുടെ ഗുണഭോക്താക്കളാണ് ജനങ്ങൾ എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് പരത്താൻ കരുണാകരനും കൂട്ടർക്കും കഴിഞ്ഞു. അതിനെ മറികടക്കാൻ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ CPM കഴിഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മറ്റ് വിദ്യാർത്ഥികളോട് പിടിച്ചു കൊണ്ടുവന്ന് കണ്ടവരുണ്ട്. പ്രൊഫസർ ബഹാവുദ്ദീൻ പറഞ്ഞു, യാതൊരു വിധത്തിലുള്ള മോശമായ ആക്ടിവിറ്റീസും ചെയ്യാത്തൊരു കുട്ടിയാണ് പഠിത്തത്തിൽ നമ്പർ 1. ആകെയുള്ളത് കുറച്ച് കലാവാസനയുണ്ട്, അതിന് പരിപാടിയുണ്ട്. എന്തിനാണ് ഞങ്ങൾ അന്വേഷിക്കണം? ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ആരും ഒരു വിധം. പതിവായി ശാഖയിൽ പോകുന്ന ഒരു കൂട്ടരും പ്രവർത്തകരെ വാർത്തെടുക്കാൻ RSSന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നും അവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിറ്റേ ദിവസം കരുണാകരനെ കക്ഷി ചേർക്കാൻ പറ്റില്ല. അതാണ് കേസിൻ്റെ വലിയ വഴിത്തിരിവാണ്. സംഘടിതമായി അടിയന്തരാവസ്ഥയ്ക്കെതിരായി പോരാടിയത് പ്രധാനമായും RSS പ്രവർത്തകരും നക്സലൈറ്റ് വിഭാഗം പ്രവർത്തകരും, പിന്നെ കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ. RSSലെ ഒരു വിഭാഗം പ്രവർത്തകർക്കും ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. മറ്റൊരു പ്രസ്ഥാനത്തിനും ഒരാഹ്വാനം വഴി സംഘ സ്വയം സേവകരെ രംഗത്തിറക്കുന്ന പോലെ ഇറക്കാനുള്ള സംവിധാനം ഇന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായി പോരാടി അടിയന്തരാവസ്ഥ പരാജയപ്പെടുത്തിയതിൻ്റെ അവകാശികൾ RSSകാരാണെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ചു. ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി അത് മുഴുവൻ താറുമാറാക്കി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു വ്യക്തിയുടെ പിൻഗാമികളാണ് ഈ ഭരണഘടന എടുത്ത് കാണിക്കുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് അവർക്കെതിരായി ശക്തമായൊരു വിധി എഴുതാൻ ഏതെങ്കിലും ജഡ്ജിക്ക് ധൈര്യം ഉണ്ടായിരുന്നു? നരേന്ദ്രമോദിയും BJPയും വന്ന ശേഷം ജുഡീഷ്യറിയോടൊരു ഉദാര സമീപനം കൈക്കൊണ്ടു. അതിൻ്റെ ഫലം നിർവഹണ വിഭാഗത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭയമില്ലാതെ ആക്കി. 16 കോടി കാർ ഷെഡിൽ നിന്ന് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് ആർക്കാ മതിപ്പുണ്ടാവുക? പൗരാവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ചവിട്ടിമതിച്ച അടിയന്തരാവസ്ഥക്കാലം അതിൻ്റെ 50ാം വാർഷികമാകാൻ പോവുകയാണ്. അന്ന് നിരവധി ജനാധിപത്യ പോരാളികൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയിരുന്നു. അതിനൊപ്പം തന്നെ കോടതികളിലും അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ഹർജികളും മറ്റും മുന്നോട്ട് വന്നിരുന്നു. അത്തരം കോടതികളിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി പോരാടിയ ഒരു അഭിഭാഷകൻ, ഇന്ന് 6 പതിറ്റാണ്ടുകളിലധികം അഭിഭാഷക പാരമ്പര്യമുള്ള മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് K. രാംകുമാർ സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഈ അടിയന്തരാവസ്ഥക്കാലം പൊതുവേ എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുന്നൊരു കാലമാണ്. എല്ലാവരും തുറുങ്കിലടക്കപ്പെടുന്നു. ഇന്ദിരയ്ക്കെതിരെ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നവരെ മിസ് DIR തുടങ്ങിയ നിയമങ്ങൾ അകത്തിടുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയും അങ്ങനെ ഒരു അതിനുള്ള ധൈര്യവും എങ്ങനെയാണ് ആ പോരാട്ടത്തിലേക്ക് വന്നത്? അന്ന് സത്യം പറയുകയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരടക്കം പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് നിയമവിരുദ്ധമായി തടവിലാക്കപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഹേബിയസ് കോർപ്പസ് ഹർജി ഞാൻ കേരള ഹൈക്കോടതി കൊടുത്തു. അതിൽ സാങ്കേതികമായ വാദഗതികളാണ് നയിച്ചത്. അതായത് ഡീറ്റൻഷൻ ഓർഡർ വേണ്ടത്ര മനസ്സ് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ നടപടിക്രമം തെറ്റാണ്. ഇതൊക്കെയാണല്ലോ പറയാൻ പറ്റുള്ളൂ. കാരണം മൗലികാവകാശത്തിൻ്റെ ലംഘനം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഹർജി വാദത്തിന് വന്നപ്പോൾ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ ഡെറ്റിനുവിൻ്റെ പേര് പറയാൻ പാടില്ല. അത്രമാത്രം ജഡ്ജിമാർ പോലും ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ ഭരണഘടന ദുരുപയോഗപ്പെടുത്തിയതിൻ്റെ മകുട ഉദാഹരണമായിരുന്നു അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയ്ക്കുള്ള ഒരു സാഹചര്യവും ഈ രാജ്യത്ത് നിലനിന്നില്ല. ആകെ ഉണ്ടായിരുന്ന സാഹചര്യം അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും, അതെങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. കാരണം അവർക്കറിയാം
അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസ് പ്രധാനമന്ത്രിയായിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല അന്നത്തെ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതിന് വേണ്ടി ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളെ ഭീകരമായ സാഹചര്യത്തിൽ ജീവിക്കാനും ഭയപ്പാടോട് ജീവിക്കാനും. പക്ഷേ പൊതുപ്രവർത്തകരായ ശ്രീ എം തോമസ് അങ്ങനെയുള്ള വിവിധ രാഷ്ട്രീയ അവർക്ക് വേണ്ടി ഹേബിയസ് കോർപ്പസ് ഹരിച്ച് എങ്ങനെ കൊടുക്കാതിരിക്കും? കാരണം ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കും പൊതുപ്രവർത്തകർ അഭ്യർത്ഥിക്കുമ്പോൾ അത് എൻ്റെ വിശ്വാസ്യതയുടെ ബാധിക്കും, ഞാൻ വയ്യ, ആ നിലയ്ക്കാണ് കൊടുത്തത്. പക്ഷേ പ്രതീക്ഷിച്ച മാതിരി തന്നെ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കൊടുക്കുമ്പോഴാണ് എത്രമാത്രം നമ്മുടെ ജഡ്ജിമാരടക്കം ഭയചകിതരായി എന്ന് പ്രകടമാണ്. ഈ അന്നത്തെ ഒരു രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത കേസുകളായിരുന്നല്ലോ ഈ രാജൻ കേസും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പൊതുവേ ഉള്ളൊരു അതിനോടുള്ള സമീപനം? പ്രത്യേകിച്ചും ഇങ്ങനൊരു കേസ് കൊടുത്തതോടുകൂടി, ഹർജി കൊടുത്തതോടുകൂടി അങ്ങേക്കെതിരെ സത്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി ഈ വീട്ടിൽ പോലീസുകാർ വന്നു. എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ എനിക്ക് പരിചയമുള്ള പോലീസുകാർ അവർ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണിച്ചു, ഒന്നും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കമ്മീഷണർ, അത് അവരുടെ സാധാരണ ഭാഷയാണ്, ശരിയെന്ന് പറഞ്ഞു. ആദ്യം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസുകാർക്ക് വരെ എന്തിനാണ് അവർ ചെയ്യുന്നതെന്നും എന്ത് ലക്ഷ്യത്തിലാണെന്നും ഏത് നിയമത്തിലാണെന്നും ഒന്നും അറിയില്ല. ഒരു ചടങ്ങ് നിർവഹിക്കാൻ പോലെ. പക്ഷെ ഒന്ന് പറയാം, വളരെ മാന്യമായ പെരുമാറ്റം, ഒരിക്കൽ പോലും ഒരു അപമര്യാദയായിട്ടോ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് അന്ന് രാത്രിയോടെ പിറ്റേ ദിവസം കാലത്ത് ചോദിച്ചു, ഞങ്ങളെ എന്തിനാ അറസ്റ്റ് ചെയ്തിരിക്കണേ? ഞങ്ങളെ വിയൂർക്കോ അല്ലെങ്കിൽ പൂജപ്പരയിലേക്കോ പോകും? ഇല്ല, അതൊന്നും സാധ്യതയില്ല. ശരി. 2 ദിവസം കഴിഞ്ഞപ്പോൾ, പിറ്റേ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘം വന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. വളരെ വിചിത്രമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചത്, മൂഴിയാർ ഡാം തകർക്കാൻ ഉള്ള പദ്ധതിയെപ്പറ്റി അങ്ങേക്കറിയാം? ഞാൻ സത്യത്തിൽ അന്ന് മൂഴിയാർ പോയിട്ടുണ്ടായിരുന്നില്ല, കേട്ടിട്ടുണ്ട്. പിന്നീട് ഗവി യാത്രയുടെ ഇടയ്ക്കാണ് മൂഴിയാർ. അപ്പോൾ ഞാനിത് ആലോചിച്ചു. അങ്ങനെ യാതൊരു ചിന്ത ഞങ്ങളുടെ ആരും മനസ്സിൽ അത് ശരിയല്ല, ഞങ്ങൾക്ക് വിവരം കിട്ടും. ഞങ്ങൾക്ക് ആർക്കും യാതൊരു ബന്ധമില്ല. കാരണം ഞാനിവിടെ എല്ലാ ദിവസവും 10 മുതൽ 4-5 മണി വരെ ഹൈക്കോടതിയിലുണ്ടാവും. അത് കഴിഞ്ഞ് ഓഫീസിലുണ്ടാവും. ആകെ പുറത്തിറങ്ങി ക്ഷേത്ര ദർശനത്തിന് മാത്രം. പിന്നെ പണ്ടത്തെ പോലെ പൊതുജനം പ്രവർത്തനവും ഇല്ല, പൊതുപ്രവർത്തനം. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനത്തെ ഒരു ശരി. അത് കഴിഞ്ഞ് വളരെ ജോർജ് ഫെർണാണ്ടസ് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ വിചാരിച്ചു, എന്നാൽ ഇതൊക്കെ കഴിഞ്ഞാൽ ഒന്നുകിൽ വിടും, അല്ലെങ്കിൽ വിയൂർക്ക് അയക്കും. അതാണല്ലോ പതിവ്. ഇല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ സ്ഥലത്ത് കുറച്ചുകൂടി സൗകര്യമായിട്ട് താമസിക്കാൻ. തേവര പോലീസ് സ്റ്റേഷനിൽ ഒരു റൂം ഞങ്ങൾക്കായിട്ട് ഒരുക്കി. ലോക്കപ്പോ അങ്ങനത്തെ യാതൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ അന്ന് മുനിസിപ്പൽ കൗൺസിലറായിരുന്ന KG വാദ്യാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടുന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരിക, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഏത് കുറ്റമാണ് ചെയ്ത്, യാതൊരു ഐഡിയ ഇല്ല. വളരെ വിചിത്രമായ നടപടി. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു. അവിടെ ചോദ്യങ്ങളൊന്നും ഉണ്ടല്ലോ, അവിടെ സമാധാനമായിട്ട് ഇരുന്നു. അതിനിടയ്ക്ക് പരിചയമുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും, ഞാൻ അവരുടെ ചില സർവീസ് കേസുകളൊക്കെ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ പരിചയത്തിൽ വന്നത് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ നിർദ്ദേശമില്ല, തെറ്റിദ്ധരിക്കരുത്, ചിലപ്പോൾ വിയൂർക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, എല്ലാം തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശരി എന്നിട്ട് ഏറ്റവും വിചിത്രം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മേശയുടെ അടുത്തുള്ള വലിപ്പമെന്ന് ഒരു കെട്ട് കടലാസ് കാണിച്ചു. എന്താണെന്നറിയോ?
ജില്ലാ കളക്ടർ ബ്ലാങ്ക് ഒപ്പിട്ട ഡീറ്റൻഷൻ ഓർഡർ. വാസ്തവത്തിൽ അത്ഭുതം തോന്നി. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ ഇതുപോലെ വ്യഭിചരിക്കുന്ന ഒരു ഏർപ്പാട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം. അദ്ദേഹം പറഞ്ഞു, സാറിനെ വിയൂർക്ക് അയക്കണമെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് ഒരു പോലീസ് വണ്ടിയിൽ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അതിന് യാതൊരു സാധ്യതയില്ല. ശരി. അതിനിടയ്ക്ക് ഹൈക്കോടതിയിൽ സെൻട്രൽ സ്റ്റേഷനിൽ ഞങ്ങളുള്ളപ്പോൾ അതിൻ്റെ നേരെ പിന്നിലാണ് ജസ്റ്റിസ് സുകുമാരനും ഉഷയും സംസാരിച്ചു. അവരുടെ ടെറസിൽ നിന്ന് ഞങ്ങളെ കണ്ടു. അവർ ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു ഇങ്ങനെ. ചീഫ് ജസ്റ്റിസിൻ്റെ ചെവിയിൽ ഈ വർത്തമാനം എത്തി. അപ്പോൾ ഏതോ ഒരു കേസ് വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് അഡ്വക്കേറ്റ് ജനറലിനോട് പറഞ്ഞു, ഇവിടുത്തെ ഈ ബാറിലെ കുറേ വക്കീൽമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തിനാണ്? അപ്പോൾ അഡ്വക്കേറ്റ് ജനറലും പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ച് പറയാം. അല്ല, അവരൊക്കെ ഇവിടെ സ്ഥിരമായി കോടതിയിൽ ഹാജരാകുന്നതാണല്ലോ, മറ്റ് ഒബ്ജക്ഷണബിൾ ആക്ടിവിറ്റീസൊക്കെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഞങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടു. അഡ്വക്കേറ്റ് ചോദിക്കാം. ഈ ഒരു ചോദ്യം വലിയ ഉപകാരമായി മാറി. കാരണം പോലീസ് സർക്കിൾസിൽ മനസ്സിലായി ഇത് ഡീറ്റൻഷൻ വന്നാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ചീഫ് ജസ്റ്റിസ് സ്വമേധയായി ഇങ്ങനെ ചോദിക്കണമെങ്കിൽ കേസ് വരുമ്പോൾ എന്തായിരിക്കും? അതുകൊണ്ട് വേണ്ട, 12ാമത്തെ ദിവസം ഞങ്ങളെ വിട്ടു. 12 ദിവസം. 12 ദിവസം വിടുമ്പോൾ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു, ദയവ് ഇതൊന്നും ഒപ്പിട്ട് തരണം, അതായത് പരാതി ഒന്നുമില്ല. അപ്പോൾ അതിൽ അറസ്റ്റൊക്കെ 24 മണിക്കൂർ മുമ്പ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല. ഈ അടിയന്തരാവസ്ഥയിലെ അന്നത്തെ സംഭവങ്ങൾ പലപ്പോഴും പുതിയ തലമുറയ്ക്കോ ഒന്നും അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞുള്ള ഇലക്ഷനിലൊക്കെ കേരളത്തിൽ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. കേരളത്തിൽ സത്യം പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ഗുണഭോക്താക്കളാണ് ജനങ്ങൾ എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് പരത്താൻ കരുണാകരനും കൂട്ടർക്കും കഴിഞ്ഞു. അതിനെ മറികടക്കാൻ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ CPM കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പല സ്ഥലങ്ങളിലും എന്നെ വിളിച്ചിട്ടുണ്ട്, CPM അടക്കം, യോഗങ്ങളിൽ പ്രസംഗിക്കും. കാരണം അടിയന്തരാവസ്ഥക്കാലത്തെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി. അപ്പോൾ പല മർദ്ദനമേറ്റ പലരുടെയും കഥകൾ എനിക്കറിയാമെന്നുള്ള അവർക്കറിയാം. ഇത് കഥാരൂപത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയ്ക്കുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണോ, അപ്പോൾ അവർക്ക് അറിയില്ല ഇതൊന്നും. ചുരുക്കത്തിൽ ഒരു പക്ഷേ CPM പ്രവർത്തകർ കുറച്ചായിരിക്കാം. നക്സലേറ്റും RSSും ആണല്ലോ കൂടുതൽ പ്രതിരോധത്തിലായിരുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പം ഈ മർദ്ദന കഥകളും പീഡന കഥകളൊന്നും ജനങ്ങളുടെ ചെവിയിൽ എത്തിക്കാൻ അന്നത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് അത് അറിഞ്ഞത് രാജൻ കേസ് വന്നപ്പോഴാണ്. എങ്ങനെയായിരുന്നു രാജൻ കേസിൻ്റെ ആ ഒരു സംഭവം? രാജൻ കേസിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ, പ്രൊഫസർ ഈച്ചർ വാര്യർ ഇവിടെ അടുത്ത് രഘുപുരത്താണ് താമസിക്കുന്നത്. അപ്പം അദ്ദേഹം പല കാര്യങ്ങൾക്ക് വരും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൾ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു, പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള ആരോഗ്യസ്ഥിതി. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എന്നൊക്കെ പ്രായം കൂടിയ ആളാണ്, റിട്ടയർഡ് പ്രൊഫസറാണ്, എനിക്ക് ആദരവുള്ള ആളാണ്, ഞാൻ അവിടെ വന്ന് കണ്ടോളൂ. ശരി. ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് ചാരുകസയിൽ ചാരിയിരിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മാനസികമായ ഒരു ബലം ഇല്ലാത്ത പോലെ. ഞാൻ ചെന്നു, രോഗ്യം പറഞ്ഞ ഉടനെ പറഞ്ഞു, എനിക്ക് വലിയൊരു ട്രാജഡി പറ്റിയിരിക്കുകയാണ്, രാജൻ ഈസ് അണ്ടർ അറസ്റ്റ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ എന്തിനാന്ന് എനിക്കറിയില്ല. ഞാനവിടെ പോയി അന്വേഷിച്ചു. എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് മറ്റ് വിദ്യാർത്ഥികളോട് പിടിച്ചു കൊണ്ടുപോകുന്ന കണ്ടവരുണ്ട്. പ്രൊഫസർ ബഹാവുദ്ദീൻ പറഞ്ഞു, യാതൊരു വിധത്തിലുള്ള
മോശമായ ആക്ടിവിറ്റീസും ചെയ്യാത്തൊരു കുട്ടിയാണ്, പഠിത്തത്തിൽ നമ്പർ 1 ആണ്. ആകെയുള്ളത് കുറച്ച് കലാവാസനയുണ്ട്, അതിന് പരിപാടികൾക്ക്. എന്തിനാണ് ഞങ്ങൾ അന്വേഷിക്കാം? ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ആരും ഒരു വിവരം കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ സമയത്ത് കോടതി മൂവ് ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടന ഭേദഗതി ഇതുണ്ടല്ലോ, അടിയന്തരാവസ്ഥയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടതോടുകൂടി അടിയന്തരാവസ്ഥ പിൻവലിക്കും എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഹേബിയസ് കോർപ്പസ് ഹർജി തയ്യാറാക്കി SCCയുടെ അംഗീകാരത്തോടു കൂടി റെഡിയാക്കി. അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്തു എന്ന് ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ പിറ്റേ ദിവസം ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പം പിന്നെ എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്? അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള രീതി. അത് സത്യം പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അസംബ്ലിയിൽ ചോദ്യം വന്നു. ഏതോ അംഗം ഇങ്ങനെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ടല്ലോ കേസ്. കരുണാകരൻ ഒരുപക്ഷെ ആലോചിക്കാതെയാണോ വേണ്ടത്ര ഇതില്ലാണ്ടാണോ അദ്ദേഹം പറഞ്ഞു, അയ്യോ പ്രൊഫസർ ഈശ്വരവാര്യരുടെ എനിക്ക് അറിവുള്ള ആളാണ്, അദ്ദേഹം തൃശ്ശൂരുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അറിയേണ്ടതാണ്, ഞാൻ അന്വേഷിച്ച് പറയാം. അപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കരുണാകരൻ അറിയാമെന്നുള്ള എൻ്റെ സൂചനയല്ലേ. പിറ്റേ ദിവസം കരുണാകരനെ കക്ഷി ചേർക്കാൻ പറ്റിയിട്ടു. അതാണ് കേസിൻ്റെ വലിയ വഴിത്തിരിവായത്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തെത്തുന്നത്? എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടില്ലയോ? അല്ല, അത് കഴിഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പോലീസ് സത്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയണ്ട ബുദ്ധിശൂന്യമായെന്ന് ഇപ്പം പറയാം, അന്ന് ധൈര്യത്തിൽ പറഞ്ഞ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടേ ഇല്ല ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന സ്റ്റാൻഡ് കോടതി അംഗീകരിച്ചാൽ ഹേബിയസ് കോർപ്പസ് തള്ളും. മറിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ അറസ്റ്റ് നിയമവിരുദ്ധമാവും, കാരണം അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അറസ്റ്റ് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നേരിട്ട് കണ്ടവരുണ്ട്. പ്രൊഫസർ ബഹാവുദ്ദീൻ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണ് ഈ പറഞ്ഞത്. അതോടുകൂടി കംപ്ലീറ്റ് മാറി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കോടതിയിൽ തെളിയിക്കാൻ തയ്യാറാണ്. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോലീസുകാർ വന്ന് രാജൻ്റെ റൂമിൽ നിന്ന് രാജനെയും ജോസഫ് ചാലിയെയും മറ്റ് സഹപാഠികളെയും അവിടെ ഉണ്ടായിരുന്ന കുക്കിനെയും ഒക്കെ കൊണ്ടുപോകുന്നത് കണ്ടവരുണ്ട്, ഞങ്ങൾ തെളിയിക്കാം. അപ്പോൾ ജസ്റ്റിസ് പോറ്റിയായിരുന്നു. പോറ്റി ചോദിച്ചു, ഞങ്ങൾക്ക് തെളിവെടുക്കാനുള്ള. ഞാൻ പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. അതിന് നീതിയുക്തമായ എന്ത് നടപടിക്രമം സ്വീകരിക്കാനും കോടതിക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ട് വേണ്ടി വന്നാൽ തെളിവ് വരെ എടുക്കാം. അത് വെച്ചുകൊണ്ട് അറസ്റ്റ് കണ്ട ആളുകളുടെ സാക്ഷി പട്ടിക കൊടുത്തു. അതൊരു വലിയ ടേണിംഗ് പോയിൻ്റായിരുന്നു. ഹോസ്റ്റലിലെ കുക്ക്, അലക്കുകാരൻ, പിന്നെ കൂടെ അറസ്റ്റ് ചെയ്ത് പീഡനം അനുഭവിച്ച ഒരു ടൈപ്പ് റൈറ്റിംഗ് രാജൻ, പിന്നെ ബെൻഹൂർ വയനാട്ടുകാരൻ. അന്ന് ബെൻഹൂറിനെ അറിയില്ല, കാരണം കൂടെ ഉണ്ടായിരുന്നു, മരിച്ച ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ കൂട്ടത്തിൽ ബഹാവുദ്ദീൻ്റെ ലെറ്റർ, ഇതെല്ലാം കൂടി വന്നപ്പോൾ അറസ്റ്റ് തെളിഞ്ഞു. അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കഥ ഡിഫൻസായി എടുത്തത് വിഡ്ഢിത്തരമായി എന്ന് സർക്കാരിന് ബോധ്യമായി, പോലീസുകാർക്ക് മനസ്സിലായി. അറസ്റ്റ് തെളിഞ്ഞു എന്ന് മാത്രമല്ല, അറസ്റ്റിന് ശേഷം
കക്കയം ക്യാമ്പ് നടത്തിയിരുന്നതും ക്യാമ്പിൽ കൊണ്ടുപോയതും ഭീകരമായ മർദ്ദനത്തിനിരയാക്കിയ 1-2 ആളുകളെ വിസ്തരിച്ചു. പക്ഷെ അപ്പോഴും സാങ്കേതികമായി ഞങ്ങളുടെ ഭാഗത്ത് വലിയൊരു വിഘ്നമുണ്ടായിരുന്നു. മരിച്ചു എന്ന് കാണിച്ചാൽ ഹേബിയസ് കോർപ്പസ് തള്ളും. കാരണം ജീവിച്ചിരിക്കുന്ന ആളെ ഹാജരാക്കാനല്ലേ. അപ്പോൾ ഈ സാക്ഷികളെ കൊണ്ട് മരിച്ചു എന്നുള്ള ഘട്ടം പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ശ്രമകരമായ ചോദ്യമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എതിർവിസ്താരം നടത്തിയ ഗവൺമെൻറ് വക്കീലിന് അറസ്റ്റേ ചെയ്തിട്ടില്ല എന്നല്ലേ വാദം. അപ്പം മരിച്ചു എന്ന് പറഞ്ഞാൽ അവർ കൊലപാതകത്തിന് ഉത്തരവാദിയാണ്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നില്ല. അവസാനം ഈ സാക്ഷികളുടെ മൊഴികളിൽ നിന്നും രേഖാമൂലമായ ഇതൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കളവാണ്. അങ്ങനെ തന്നെ വിധിനെ എഴുതി വെച്ചു. പക്ഷേ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇതറിയുന്നത് സംസ്ഥാന പോലീസുകാർക്ക് മാത്രമാണ്. അതുകൊണ്ട് എവിടെയുണ്ടെങ്കിലും അവർ ഹാജരാക്കണം. ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല എന്ന് അവിടെ ഇട്ട് കൊടുക്കണം. ഹാജരാക്കാൻ ഏതായാലും പറ്റില്ല. കാരണം ആ സമയത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരിച്ചു എന്ന് മാത്രമല്ല, ചില വിദഗ്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തിൽ ഉരക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആസിഡ് ഒഴിച്ച് വയറ് കീറി ശവം കൊണ്ടുപോയി എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയുണ്ട്. അതൊന്നും കോടതിയിൽ പറയാൻ അന്ന് പറ്റില്ല. കാരണം മരിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം കൊണ്ട് 2 പേരുണ്ട് ഹേബിയസ് കോർപ്പസ് തള്ളും. ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രൊഫസർ ഈശ്വരവാര്യർ എന്ത് പറഞ്ഞു? ഇത് പ്രൊഫസർ ഈശ്വരവാര്യരോട് ഈ ക്യാമ്പിൽ നടന്ന മരണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അദ്ദേഹം ധരിച്ചിരുന്നത് പോലീസുകാരെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചും ഒരു ദിവസം തിരിച്ചു വരും. ഈ കക്കയം ക്യാമ്പ് നടന്നു എന്നും അവിടെ വെച്ച് ഭീകരമായ മർദ്ദനം ഏറ്റുവെന്നും തെളിവ് കണ്ടപ്പോഴാണ് അവർക്കൊക്കെ ബോധ്യമായത് ഇനി തിരിച്ചു വരില്ല എന്ന്. അതിന് കാരണം പോലീസ് പിന്നെ അവിടെ വെച്ച് ഫയൽ ചെയ്തു. അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ മരിച്ചുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാജരാക്കാൻ നിർത്തില്ല. അപ്പോഴാണ് മരിച്ചു. അന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ CPI ഭരണകക്ഷിയായിരുന്നു. പക്ഷേ CPM പ്രതിപക്ഷത്തുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയത് കൂടുതലും RSSൻ്റെ പ്രവർത്തകരായിരുന്നു. സത്യഗ്രഹം ആയിക്കോട്ടെ, പല പ്രവർത്തനങ്ങളായിക്കോട്ടെ. അല്ല, സംഘടിതമായി അടിയന്തരാവസ്ഥയ്ക്കെതിരായി പോരാടിയത് പ്രധാനമായും RSS പ്രവർത്തകരും നക്സലൈറ്റ് വിഭാഗം പ്രവർത്തകരും, പിന്നെ കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ. അതിൽ നക്സലൈറ്റ് വിഭാഗം പ്രവർത്തകർക്കും RSSലെ ഒരു വിഭാഗം പ്രവർത്തകർക്കും ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. നക്സലൈറ്റുകളെ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഉന്മൂലനം ചെയ്യുക എന്നൊരു നയപരിപാടി കരുണാകരനും ജയറാം പണിക്കരും കൂടി ആവിഷ്കരിച്ചു. നിർഭാഗ്യവശാൽ ഈ കുട്ടി രാജൻ്റെ സുഹൃത്തുക്കൾ ചാരി, മുരളി കണ്ണമ്പള്ളി തുടങ്ങിയവരൊക്കെ നക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ളവരായിരുന്നു. അപ്പോൾ ഇയാളും നക്സലൈറ്റാണ്, ഒതുക്കണം. ഇതായിരുന്നു എൻ്റെ മനഃശാസ്ത്രവും പ്രവർത്തന ശൈലിയും. നക്സലൈറ്റുകാരെ കൈ കിട്ടിയാൽ പോലീസുകാർ ഭീകരമായി മർദ്ദിച്ച് ജീവച്ഛവങ്ങളാക്കിയിട്ട് പുറത്തു വിടും. അതിന് കാരണം കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് നക്സലൈറ്റുകളാണെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ആളുകളെ കൈ കിട്ടിയാൽ മർദ്ദിച്ച് അവസരമാക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ RSSൻ്റെ അത്ര വലിയ പ്രവർത്തനമുള്ള സാഹചര്യമല്ല. ഒരു കേരളത്തിൽ വന്നിട്ട് 20-30 വർഷം ഒക്കെ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ അന്ന് എങ്ങനെയാണ് ഈ RSSന് ഇത്രയും എല്ലാ സ്ഥലത്തും ഒരു സത്യാഗ്രഹ സമരം നടത്താൻ കഴിഞ്ഞത്? പ്രത്യേകിച്ചും അത്രയും വലിയൊരു അടിച്ചമർത്തൽ നേരിടുന്നൊരു സമയത്ത് അത് എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞു? അവിടെയാണ് RSSൻ്റെ സംഘടനാ പാഠവും ആദർശ ശുദ്ധിയും നമ്മളെ ആകർഷിക്കുന്നത്.
മറ്റൊരു പ്രസ്ഥാനത്തിനും ഒരാഹ്വാനം വഴി സംഘ സ്വയം സേവകരെ രംഗത്തിറക്കുന്ന പോലെ ഇറക്കാനുള്ള സംവിധാനം ഇന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആഹ്വാനം ചെയ്ത് ഇടവും വലവും നോക്കാതെ നാളെ എന്തെന്ന് ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന പതിവായി ശാഖയിൽ പോകുന്ന ഒരു കൂട്ടരും പ്രവർത്തകരെ വാർത്തെടുക്കാൻ RSSന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നും അവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രാജ്യത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുക എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പലരും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ജോലി ഒരു 24 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചാൽ ജോലി. ഇതെല്ലാം മറന്നുകൊണ്ട് മർദ്ദനം ഏറ്റുവാങ്ങാൻ തയ്യാറായി നടക്കണം. ഭീകരമായ മർദ്ദനേറ്റ 1-2 കേസുകൾ ഞാൻ തന്നെ കൈകാര്യം ചെയ്തു. ആലപ്പുഴയിലെ ശിവദാസ്, വൈക്കത്തെ ഗോപകുമാർ, ഇവരെയൊക്കെ പ്രത്യേകം ലക്ഷ്യത്തോട് കൂടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. RSS ആയതുകൊണ്ട് മാത്രമല്ല, അവരോട് വിരോധമുള്ള ചില ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ പോലീസുകാരെ വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രവർത്തനത്തിന് നിർദോഷികളായിരുന്നു അവർ ഭൂരിപക്ഷം പേരും. ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികൾ കൂടുതലും RSS പ്രവർത്തകരുമൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു ചരിത്രം അറിഞ്ഞുകൊണ്ട് തമസ്കരിക്കപ്പെടുകയായിരുന്നു. അത് എന്തുകൊണ്ടാണ്? അതെ, അത് വാസ്തവത്തിൽ RSS നേതാക്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അടിയന്തരാവസ്ഥക്കെതിരായി പോരാടി അടിയന്തരാവസ്ഥ പരാജയപ്പെടുത്തിയതിൻ്റെ അവകാശികൾ RSSകാരാണെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ചു. രാജൻ കേസ് വന്നതോടുകൂടി നക്സലൈറ്റുകളെ ഭീകരമായി മർദ്ദിച്ച കഥ വന്നെങ്കിലും RSSൻ്റെ പങ്ക് നേരിട്ട് കണ്ടവരാണ് ഭൂരിപക്ഷം ആളുകൾ. അത് വേണ്ട മാതിരി മുതലെടുക്കാൻ നിർഭാഗ്യവശാൽ കേരളത്തിൽ RSS നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതൊരു പരാജയമാണെന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ ആളുകളും പാർലമെൻറ്റിൽ ഉൾപ്പെടെ അതിൻ്റെ ഭരണഘടനയുടെ ചെറിയ കോപ്പി ഉയർത്തിക്കാട്ടുകയൊക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനം നടത്തിയവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതിൽ പരം പരിഹാസ്യമായ ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടില്ല. കാരണം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ഭരണ പരിശുദ്ധമാണെന്നും മഹത്തരമാണെന്നും വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണ് താനും. ആ ഭരണഘടനയെ ഞാൻ മോശം ഭാഷ ഉപയോഗിക്കണം, ക്ഷമിക്കണം, വ്യഭിചരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി അത് മുഴുവൻ താറുമാറാക്കി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു വ്യക്തിയുടെ പിൻഗാമികളാണ് ഈ ഭരണഘടന എടുത്ത് കാണിക്കുന്നത്. എന്തൊരു പരിഹാസ്യമായതാണ്. അതിലല്പം പോലും വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ അവർ താങ്കൾ മാറി നിൽക്കൂ, ഇത് കടും കൈയാണ്, ക്ഷമിക്കണം, രാജ്യത്തെ ജനങ്ങളെ എന്ന് പറയണ്ടേ. രാഷ്ട്രീയ നീക്കങ്ങളുടെ പാളിച്ച കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. എന്നിട്ടും പശ്ചാത്താപം ഉണ്ടാകുന്നതിന് പകരം ആ രീതികൾ ചെയ്യും. ഇന്നിപ്പോൾ അവരുടെ പിൻഗാമികൾ അവരെ നശിപ്പിച്ച ഭരണഘടന കയ്യിൽ എന്തൊരു പരിഹാസ്യമാണ്. എന്തുകൊണ്ടായിരിക്കും അന്ന് ഈ CPM എന്തുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ അധികം പ്രവർത്തിക്കാഞ്ഞത്? അവർ അങ്ങനെ ഒരു പ്രതിരോധ സമരത്തിലൊന്നും ഇറങ്ങിയില്ല. ഒന്നാമത് CPMന് അന്നേക്ക് തന്നെ അതിനുള്ള സംഘടനാശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. 2, ആദർശപരമായ വ്യക്തതയുടെ അഭാവം അന്നും ഇന്നും CPMനെ ബാധിച്ചിട്ടുണ്ട്. CPM പ്രതിപക്ഷ പാർട്ടികളുടെ സമരത്തിൽ കൂടെ പങ്കെടുക്കില്ല എന്നായിരുന്നു EMS നമ്പൂതിരിപ്പാടിൻ്റെ നിലപാട്, കേരളത്തിലടക്കം പല സ്ഥലത്തും. അതേസമയം നേതാക്കളെ മോചിപ്പിക്കാൻ എന്ന് പറഞ്ഞ് പ്രൊപ്പഗാൻഡ നടത്തിയിട്ടാണ് 65 ഇലക്ഷൻ, അതിന് മുമ്പേ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ്, ചൈന ഇതിൽ നിന്നാണ്. ആ ഒരു മനോഭാവം അടിയന്തരാവസ്ഥ കാലത്ത് കണ്ടിട്ടില്ല. ഒരു പക്ഷേ
അന്താരാഷ്ട്ര ശക്തികളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം CPM നേതാക്കന്മാരിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. MM ലോറൻസും അദ്ദേഹത്തിൻ്റെ അനുജനും 2 പേരും അറസ്റ്റ്. അങ്ങനെ അറിയപ്പെടുന്ന CPM പ്രവർത്തകർ പലരും പ്രിവെൻറ്റീവ് ഡിറ്റൻഷനായിട്ട് വിയ്യൂരും തിരുവനന്തപുരത്തും കിടന്നിട്ടുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ സമരരംഗത്ത് അവർ വളരെ പിന്നോക്കമായിരുന്നു. അന്നത്തെ ഒരു ഇന്ദിരാഗാന്ധിയുടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തും അതിനുശേഷവും ഈ ജഡ്ജിമാർക്കെതിരെയൊക്കെ ഒരു പ്രതികാര നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. ആദ്യം 3 ജഡ്ജിമാരെ തരം താഴ്ത്തി AN റായിയെ ചീഫ് ജസ്റ്റിസ് ആക്കി. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ADM ജബൽപൂർ കേസിൽ ഭിന്നാഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞ ഖന്നയെ മാറ്റി. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് HR ഖന്നയുടെ. എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥക്കാലത്ത് ഒരുപാട് ഇഷ്ടമില്ലാത്ത ജഡ്ജിമാരെ വിവിധ ഹൈക്കോടതികളിലേക്ക് മാറ്റി. ഇതിനൊക്കെ പുറമേ 7.5 കൊല്ലം ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിരമിച്ച ശേഷം പറഞ്ഞു, ആ വിധിന്യായം ഞാൻ എഴുതിയത് ഭയന്നിട്ടാണ്, പരസ്യമായിട്ട് പറഞ്ഞു. ഇതിൽ പരം ഒരു നാണക്കേട് നമ്മുടെ ജുഡീഷ്യറി. നിങ്ങൾ ഒന്ന് ആലോചിക്കണം, പാകിസ്ഥാൻ ഉണ്ടാക്കിയത് വിദ്വേഷത്തിൻ്റെ പിൻബലത്തിലാണ്, മതഭ്രാന്തിൻ്റെ പിൻബലത്തിലാണ്, അസഹിഷ്ണുതയുടെ പിൻബലത്തിലാണ്. പാപത്തിൻ്റെ സന്തതി എന്നാണ് പാകിസ്ഥാനെ വിളിക്കാൻ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ പാകിസ്ഥാനിലെ ജഡ്ജിമാർ പട്ടാള നിയമം റദ്ദ് ചെയ്യാനുള്ള ചങ്കൂറ്റം കാണിച്ചു. ഇവിടെ ജനാധിപത്യം എല്ലാ കാലത്തും നിലനിന്നിരുന്ന ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥയെ എതിർക്കാൻ ജഡ്ജിമാർക്ക് വരെ ഭയമായിരുന്നു. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭയപ്പാടിൻ്റെ ഒരു പ്രതിഫലനമാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ജുഡീഷ്യറി പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള പരാതികൾ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവരെ വിമർശനം ഉന്നയിക്കും. അല്ല, അതിന് കാരണമുണ്ട്. ഈ പൊതുവെ ഒരു പറച്ചിലുണ്ട്, പ്രത്യേകിച്ചും നിയമവൃത്തങ്ങളിൽ, നിർവഹണ വിഭാഗം ബലഹീനമാകുമ്പോൾ ജുഡീഷ്യറി തലവന്തിക്കും. ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് അവർക്കെതിരായി ശക്തമായൊരു വിധി എഴുതാൻ ഏതെങ്കിലും ജഡ്ജിക്ക് ധൈര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്ന ജഡ്ജിയുടെ അനുഭവം എല്ലാവർക്കും അറിയാം. JML സിൻഹ എന്ന അലഹബാദ് ജഡ്ജി അനുഭവിച്ച പീഡനങ്ങൾ എല്ലാ ജഡ്ജിമാർക്കും നേരിട്ടറിയാം. അപ്പോൾ നിർവഹണ വിഭാഗത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അന്ന് ജഡ്ജിമാർ കഴിഞ്ഞിരുന്നത്. നരേന്ദ്രമോദിയും BJPയും വന്ന ശേഷം ജുഡീഷ്യറിയോടൊരു ഉദാര സമീപനം കൈക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഫലം നിർവഹണ വിഭാഗത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭയമില്ലാതെ ആക്കി. അല്ലെങ്കിൽ അടുത്ത കാലത്ത് എഴുതി വെച്ച അബദ്ധമായിട്ടുള്ള ഒരു വിധിവാസത്തിൽ അത്ഭുതമല്ലേ. ഈ നമ്മുടെ ഭരണ സംവിധാനം വളരെ വ്യക്തമാണ്. നിയമമുണ്ടാക്കൽ പാർലമെൻറ്റ്, നിയമം നടപ്പാക്കൽ നിർവഹണ വിഭാഗം, നിയമം നിർവചിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ജുഡീഷ്യറി. ഇങ്ങനെ 3 വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചതാണ്. ഒന്നിന് മറ്റൊന്നിൽ പ്രവേശിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ സുപ്രീം കോടതി എന്താ ചെയ്ത്? രാഷ്ട്രപതിക്ക് ഗവർണർമാർക്കും പരിപൂർണമായ സംരക്ഷണമുണ്ട്. ഭരണഘടന അനുസരിച്ച് കോടതിയിലേക്ക് സമൻസ് അയച്ച് വരുത്താൻ പറ്റില്ല. ആ രാഷ്ട്രപതിയോട് നിങ്ങൾ 3 മാസത്തിനകം തീരുമാനം എടുക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ ജഡ്ജിമാർക്ക് ഉണ്ടായെങ്കിൽ അത് നിർവഹണ വിഭാഗത്തിൻ്റെ അലക്ഷ്യ സമീപനത്തിൻ്റെ ഫലമാണ്. ജുഡീഷ്യറി എന്തായാലും ഞങ്ങൾ അത് പോരാ. ജുഡീഷ്യൽ സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് നിഷ്കർഷിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും നിർവഹണ വിഭാഗത്തിൻ്റെയും കൂടി ചുമതലയാണ്. അല്ലെങ്കിൽ ഈ ഡൽഹിയിൽ അടുത്ത കാലത്ത് പോലത്തെ നടന്നിട്ട് സംഭവം വരുമായിരുന്നില്ല. 16 കോടി കാർ ഷെഡിൽ നിന്ന് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് ആർക്കാ മതിപ്പുണ്ടാവുക? ഈ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന
ഒരു പ്രത്യേക പ്രക്രിയ. കാരണം പാർലമെൻറ്റിലെ ഇരുസഭകളും പാസ്സാക്കി. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അനുകൂലിച്ചു. ഒരു ചർച്ച പോലുമില്ലാതെ, വലിയ വിവാദത്തിൻ്റെ ചർച്ച പോലുമില്ലാതെ ഏകകണ്ഠമായി അടുത്ത കാലത്ത് പാസ്സാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിൽ ആകെ കോടതി ചൂണ്ടിക്കാണിച്ച പോരായ്മ, നിയമമന്ത്രിയുടെ നിർദ്ദേശിക്കുന്ന ഒരു നോമിനി സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നാണ്. അത് ഒരാളാണ്, 6 or 7 മറ്റാളുകളുണ്ട്. ഈ ഒരൊറ്റ കാരണം വെച്ച് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഭരണഘടനയുടെ അടിസ്ഥാന ഘട്ടം ഇതിൽ പെട്ടതാണ്, അതിന് കളങ്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 2 പേരുടെ ഭൂരിപക്ഷത്തിലാണ്. അതിൽ ഒരാൾ പിന്നീട് പശ്ചാത്താപം പറഞ്ഞു, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ഞങ്ങൾ ചെയ്തത് ശരിയല്ല. ഈ പറയുന്ന ആളുകൾ അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ? 5 കൊല്ലം കൂടുമ്പോൾ ജനങ്ങളെ സമീപിച്ച് അവരുടെ തെറ്റുകളും കുറവുകളും ഇല്ലാത്തതും പറഞ്ഞ് തൊലിയുരിച്ച ശേഷമാണ് ഒരാളെ പാർലമെൻറ്റിലേക്ക്, അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഈ ജഡ്ജിമാരെ ഒരിക്കൽ കയറിയാൽ ഇപ്പം വിരമിച്ച് പോകുന്നവരെ ആരോടെങ്കിലും വിധേയത്വമുണ്ടോ? ആരോടെങ്കിലും കണക്ക് പറയാനുണ്ടോ? ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ? ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഉതകുന്നതാണോ? ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ പരമാധികാരമാണ്. ജനങ്ങളുടെ പരമാധികാരം അനുസരിച്ച് നിയമിക്കുന്ന ഒരാൾക്ക് ജനങ്ങളോട് യാതൊരു കടപ്പാടുമില്ല. എന്ന് വെച്ചാൽ 142 അനുച്ഛേദം അനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ ഇന്നലെ സെമിനാറിൽ ചോദിച്ചു, നാളെ സുപ്രീം കോടതിയിൽ 3 or 4 ജഡ്ജിമാർ ഇത് പറയണം, ഞങ്ങളുടെ ശമ്പളം വളരെ തുച്ഛമാണ്, ഞങ്ങൾ ഭാരിച്ച ചുമതലകളാണ് നിർവഹിക്കുന്നത്, രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയാണ്, ഞങ്ങളുടെ ഇപ്പം നിശ്ചയിക്കുന്ന ശമ്പളം വളരെ കുറവാണ്. ദി ജഡ്ജസ് ഷാൽ ബി പെയ്ഡ് സച്ച് എമൗണ്ട് ആസ് ദ പ്രസിഡന്റ് മേ ഡിറ്റർമിൻ. പ്രസിഡൻറ്റ് 15 ലക്ഷമാക്കി നിർണ്ണയിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞാൽ എന്ത് ചെയ്യും? 142 അനുസരിച്ച് ജുഡീഷ്യറി ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, അതുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നെഴുതുന്ന പോലെയല്ലേ ഇപ്പോഴത്തെ വിധി. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക സർക്കാരിന്? എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ കുറച്ചുകൂടി ജുഡീഷ്യറിയുടെ കാര്യത്തിൽ താല്പര്യമെടുക്കുകയും കർക്കശമായ സമീപനം വേണ്ടിടത്ത്, ഞാൻ പറയണത് വ്യക്തിപരമായി ഒരു ജഡ്ജിയും ലക്ഷ്യം വയ്ക്കണമെന്നല്ല, അത് ഇന്ദിരാഗാന്ധിയുടെ സ്റ്റൈലാണ്, അതൊരിക്കലും ജനാധിപത്യ മര്യാദകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ജഡ്ജിമാരും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പുവരുത്തുകയും അതിനെതിരായി പ്രവർത്തിക്കുന്നതിനെ തടയിടുകയും. ഉദാഹരണത്തിന് ഈ ജഡ്ജ്മെൻറ്റ് ഉടനെ തന്നെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം. ഞാൻ ചോദിച്ച പ്രസക്തമായ ചോദ്യം കോടതിയോട് ചോദിക്കാം, നാളെ നിങ്ങളുടെ ശമ്പളം സ്വയം വർദ്ധിപ്പിച്ചു 142 അനുച്ഛേദം എന്ന് പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കണോ? അല്ലെങ്കിൽ ഇന്ന് 500 ലിറ്റർ പെട്രോളാണ്, അതുകൊണ്ട് ഡൽഹി പട്ടണം ഒന്ന് ചുറ്റാനേ തികയുള്ളൂ, പോരാ, ഞങ്ങൾക്ക് ചണ്ഡീഗഡ് വരെ പോകണം, അല്ലെങ്കിൽ അതുകൊണ്ട് 1000 ലിറ്റർ ആക്കണമെന്ന് ഞങ്ങൾ സ്വയം തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? ഞാൻ പറയട്ടെ, ചെയ്തിട്ടുണ്ട്. ഈ ദേശീയ പതാക നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമാണ്, അതിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് മാത്രമേ ദേശീയ പതാക ഉപയോഗിക്കാൻ അവകാശം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. രാഷ്ട്രപതി ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഗവർണർമാർ നിയമിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധിയാണ്, മന്ത്രിമാർ ജനങ്ങളുടെ പ്രതിനിധിയാണ്, സ്പീക്കർ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരല്ല, അവർ വെറും ശമ്പളക്കാരാണ്, അല്ലെങ്കിൽ DA വാങ്ങില്ലല്ലോ. ആ ശമ്പളക്കാർക്ക് ദേശീയ പതാക പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാളെ വില്ലേജ് ഓഫീസർക്കും കളക്ടർക്കും ദേശീയ പതാക പറപ്പിക്കാം. അത് ശരിയാണോ? ഇതെങ്ങനെയാണ് വന്നത്? അലഹബാദ് ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ ഞങ്ങൾക്ക് എന്താ ദേശീയ പതാക പറപ്പിക്കാൻ അവകാശം തരാത്തത് എന്ന്
യു പി ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോൾ യു പി ഗവൺമെൻറ് പറഞ്ഞു ഇതിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ന ആളുകൾക്ക് മാത്രമേ പാടുള്ളൂ. അത് ശരിയല്ല, ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് വിധി പ്രസ്താവിച്ചു. അങ്ങനെയാണ് തികച്ചും നിയമവിരുദ്ധമായിട്ടും ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പരത്തുകൊണ്ടും ഇന്ന് ശമ്പളക്കാരായ ജഡ്ജിമാർ കൂടി പറപ്പിക്കുന്നത്. അത് ദുരുപയോഗം ചെയ്യും. അത് ഉടനെ നിർത്തണം. അത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? കൊളീജിയം മാറ്റി ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കാരണം ഈ സുപ്രീം കോടതി നടത്തുന്ന അതിരുകടന്ന പ്രവൃത്തികളിൽ ജനത്തിന് മടുപ്പുണ്ടായിട്ടുണ്ട്. കാരണം 3 മാസം സമയം പ്രസിഡന്റിന് കൊടുക്കുന്നവർ 30 കൊല്ലമാണ് ഒരു കേസ് തീരുമാനിക്കാൻ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ടുവരണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ തിരികെ കൊണ്ടുവരണം. ജഡ്ജിമാരെ നിയമിക്കുന്ന ഏർപ്പാട് ലോകത്തിൽ ഒരു പരിഷ്കൃത രാജ്യത്തുമില്ല. അത് ഉടനെ നിർത്തണം. അല്ലെങ്കിൽ ഇപ്പം തന്നെ 40% ബന്ധുക്കളാണ്. വി ആർ കൃഷ്ണ കിൻ സിൻഡ്രോം എന്ന് വിളിച്ചത് അതിനെക്കുറിച്ചാണ്. ഭാവിയിലൊരു ജുഡീഷ്യൽ സിസ്റ്റവും ജനാധിപത്യ അല്ലെങ്കിൽ പാർലമെൻറ്റും തമ്മിലൊരു തർക്കത്തിലേക്ക് പോകുമെന്നാണോ അങ്ങ് കരുതുന്നത്? ക്ഷമിക്കണം, ജുഡീഷ്യൽ സിസ്റ്റവും പാർലമെൻറ്റും തമ്മിലൊരു തർക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഭാവിയിൽ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ നയമനുസരിച്ച് ജുഡീഷ്യറിയമാരെ ഏറ്റുമുട്ടൽ വേണ്ട എന്ന ഒരു മൃദു സമീപനമാണ് എടുത്തത്. ഇതിലും വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ജുഡീഷ്യറിയായിട്ട് ഏറ്റുമുട്ടാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. സുപ്രീം കോടതി കർക്കശമായ ഭാഷ ഉപയോഗിച്ചാൽ ഉടനെ അനുവദിച്ചു കൊടുക്കും. അത് ബലഹീനതയായിട്ട് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ചില ജഡ്ജിമാർ മോശം ഭാഷ പറയണം, ധിക്കാരം കാണിക്കുന്നത്. അതൊരിക്കലും നമ്മുടെ ജനാധിപത്യത്തിന് നന്നായിരിക്കില്ല. കാരണം 2 ജഡ്ജിമാരിരുന്ന് 100 കോടി ജനങ്ങളുടെ മനസ്സും ആഗ്രഹങ്ങളും ആശയങ്ങളും പ്രവർത്തനശീലിയും മാറ്റുക എന്നുള്ളത് 100% ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളുടെ പരമാധികാരമാണ്. അത് ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടകത്തിൻ്റെ ഭാഗമാണെന്ന് എല്ലാ കേസുകളിലും പറഞ്ഞു. അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു ഘടകത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ?